ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ MTCSRലെ മൊഡ്യൂൾ 2ലെ തേർഡ് പാർട്ടാണ് സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിലോട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എംപ്ലോയീസ് വേണം. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലോട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള വ്യക്തിയെ, റൈറ്റ് പീപ്പിളിനെ റൈറ്റ് ജോബിലോട്ട് റൈറ്റ് ടൈമിൽ ഹയർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാഫിങ്ങിൽ ഇൻക്ലൂഡ് ആവുന്നത് ഹയറിങ്, ഒരു വ്യക്തിനെ നിയമിക്കൽ, അതുപോലെ തന്നെ ട്രെയിനിങ്, ഒരു വ്യക്തിക്ക് ട്രെയിനിങ് കൊടുക്കുക. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ്, ആ ഒരു വ്യക്തിൻ്റെ കഴിവുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ദെൻ റിട്ടൻഷൻ, അതൊരു നല്ലൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിലനിർത്തുക. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിലോട്ട് കുറച്ച് സാറുമാർ ആവശ്യമുണ്ട്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റും എല്ലാം പ്രോസസ്സ് കഴിഞ്ഞ് കുറച്ച് അധ്യാപകരെ സെലക്ട് ചെയ്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു, അവരുടെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ഇതിന് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടത് ആരാണ് അവരൊക്കെ അവിടെ നിലനിർത്തും. അപ്പോൾ ഇതാണ് സ്റ്റാഫിംഗ് എന്നുള്ള ഫംഗ്ഷൻ. അതായത് ഒരു ശരിയായ സമയത്ത് ശരിയായ ജോലിയിലോട്ട് ശരിയായ ഒരു വ്യക്തിനെ നിയമിക്കൽ, ഹയർ ചെയ്യുക, അതിനെ തന്നെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതായത് HR പ്ലാനിങ്. ഒരു ഓർഗനൈസേഷനിലോട്ട് ഫ്യൂച്ചറിൽ ഇനി എത്രത്തോളം എംപ്ലോയീസ് വേണം, അതുമാത്രമല്ല ഏത് ടൈപ്പിലോട്ടുള്ള, അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള എംപ്ലോയീസിനാണ് വേണ്ടത് എന്ന് മുൻകൂട്ടി അവരെന്ത് ചെയ്യുക, ഡിസിഷൻ ചെയ്ത് വെക്കുക. അതിനാണ് HR പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ എത്രത്തോളം മാൻ പവർ എംപ്ലോയീസിന് ആവശ്യമുണ്ട് എന്ന് അവർ മുൻകൂട്ടി തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഷോർട്ടേജും ഉണ്ടാവില്ല, അതുപോലെ തന്നെ സർപ്ലസും ഉണ്ടാവില്ല. ഷോർട്ടേജ് അറിയുമ്പോൾ ഒരു ക്രിട്ടിക്കൽ ഫ്യൂച്ചറിൽ ഒരു സിറ്റുവേഷൻ, എംപ്ലോയീസിൻ്റെ കുറവ് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ലിസ്റ്റിലിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഓൺ ടൈമിൽ തന്നെ നമുക്ക് എംപ്ലോയീസിന് അവൈലബിൾ ആകും. നമ്മൾ അങ്ങനെ ഒരു പ്ലാനേ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും. ഇനി നമ്മൾ ഡിസൈഡ് ചെയ്യാതെയാണ് ഈ ഒരു HR പ്ലാനിങ് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിൻ്റെ സർപ്ലസ് വരും, കാരണം കുറേ എംപ്ലോയീസ് വരും. അപ്പോൾ അതിലേറൊരു പ്രശ്നമായി മാറും. അപ്പോൾ അതിനാണ് HR പ്ലാനിങ്. ഫ്യൂച്ചറിലോട്ടൊരു റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണിനെ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെക്കാം, എത്ര എണ്ണം വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു IT കമ്പനിയിൽ ഇനി അടുത്ത 2 വർഷത്തിൻ്റെ ഉള്ളിൽ 50 സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് തുടങ്ങുക. അതിൽ ഏതൊക്കെ വ്യക്തികളാവണം, ആ 50 എണ്ണം ആരൊക്കെ ആവണം എന്നുള്ളത് ഇപ്പം തന്നെ അതിൻ്റെ കണ്ടെത്തലുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് HR പ്ലാനിങ്. നെക്സ്റ്റ് ടോപ്പിക്ക് ജോബ് അനാലിസിസ്. അതായത് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ജോബിൻ്റെ കാര്യങ്ങൾ പഠിക്കുക. അതായത് ഒരു ജോബ് എന്തിനാണ്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ, അതിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെ, അതുപോലെ തന്നെ ഒരു ജോലി ചെയ്യാനുള്ള കഴിവുകൾ എന്തൊക്കെ വേണം, അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി, എത്രത്തോളം വിവരം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളൊരു പ്രക്രിയയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോബ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യണത് എന്തിനാണ്, റിക്രൂട്ട്മെൻറ്റിന്, അതുപോലെ തന്നെ സെലക്ടിങ്ങിന്, ട്രെയിനിങ്ങിന്, പെർഫോമൻസ് അപ്രൈസലിന്, ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ജോബ് അനാലിസിസ് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകൻ്റെ സ്കൂളിലെ ജോലി അവിടെ പരീക്ഷ നടത്തൽ, അതുപോലെ തന്നെ കുട്ടികളെ വിലയിരുത്തൽ, അവരെ പഠിപ്പിക്കൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകുന്നു, കഴിവുകൾ വേണം. ഇതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് വാക്കൻസി ആയിട്ടുള്ള ഓരോ ജോബ് റോളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരം ജോബ് റോളുകളിലോട്ട് ആകർഷിക്കുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്കൻസി ആയിട്ടുള്ളൊരു ജോബ് റോളിലോട്ട് ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യുന്നു ആ ഒരു ജോബിന് വേണ്ടിയിട്ട്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ട് പല എംപ്ലോയീസിനെ, പല വ്യക്തികളെ ആകർഷിക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ കൊടുക്കുന്നു. അതിനാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അതായത് നമ്മൾ ഒരു ജോബ് വാക്കൻസി ഉള്ള സമയത്ത് നമ്മൾ ആ ഒരു പൊസിഷൻ എങ്ങനെ ഫില്ല് ചെയ്യാം,
അതിന് ജീവനക്കാരെ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാം, 2 രീതിയിലൂടെ സംഘടിപ്പിക്കാൻ പറ്റും. ഫസ്റ്റ് ഇന്റേണലായിട്ടും സെക്കൻഡ് എക്സ്റ്റേണലായിട്ടും. ഇന്റേണൽ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആപ്ലിക്കൻസ്, അതായത് ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ആപ്ലിക്കൻ്റ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത് പ്രസന്റ് എംപ്ലോയീസ്, അതായത് നിലവിൽ ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും, പ്യൂണോ അങ്ങനെ എംപ്ലോയീസ് ഉണ്ടാവും. അവർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് ആ ഒരു ജോബിലോട്ട് ആ ഒരു വാക്കൻസി നികത്തുന്നു. ദെൻ എംപ്ലോയി റെഫറൻസ്, അതായത് അവിടെ നിലവിലുള്ള എംപ്ലോയീസ് അവരുടെ ഫാമിലീസിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഈ ഒരു ജോബിന് ഇവർ ആപ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് ഫോമർ എംപ്ലോയീസ്, അതായത് ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയിട്ടുള്ള എംപ്ലോയീസ് അവരെ വീണ്ടും ഈ ഒരു പൊസിഷനിലോട്ട് റിക്രൂട്ട് ചെയ്യുക. എക്സ്റ്റേണൽ സോഴ്സുകളിൽ അഡ്വർടൈസ്മെൻറ്റ്, അതായത് പത്രങ്ങളിൽ, TV-യിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട്. ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, കോളേജുകളിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, പുതിയ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നു. ദെൻ ഈ റിക്രൂട്ട്മെൻറ്റ്, അതായത് ലിങ്ക്ഡ് ആപ്പ് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആപ്പുകളിൽ റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റർ കൊടുത്തുകൊണ്ട്. ദെൻ വാക്ക് ഇൻസ് ആൻഡ് റൈറ്റ് ഇൻസ്, അതായത് ഓഫീസിലോട്ട് നേരിട്ട് വന്നിക്കാണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തികൾ. ദെൻ കോൺട്രാക്ടേഴ്സ്, അതായത് കരാറിൽ ഏർപ്പെട്ട വ്യക്തികളുമായിട്ട് കുറച്ച് വ്യക്തികളെ കണ്ടെത്തുന്നത്. ദെൻ പ്രൊഫഷണൽ അസോസിയേറ്റ്സ്, അതായത് ഈ പ്രൊഫഷണലി ആയിട്ടുള്ള ജോലിയുള്ള വ്യക്തികളുണ്ടാവില്ല, ഡോക്ടർ, എൻജിനീയർ, അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, അവരെ ബന്ധത്തിലുള്ളതും അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെ റിക്രൂട്ട് ചെയ്യണത്. ദെൻ അക്യൂസിഷൻ ആൻഡ് മെർജേഴ്സ്, അതായത് പല പല കമ്പനികൾ മെർജ് ചെയ്യുമ്പോൾ അത് ലയിക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ കുറേ എംപ്ലോയീസ് അവിടെ വരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് സോഴ്സുകൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേജാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു റൈറ്റ് ജോബിലോട്ട് റൈറ്റ് വ്യക്തിനെ സെലക്ട് ആക്കുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ചിട്ടും എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അതിൻ്റെ യോഗ്യത വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റൈറ്റ് പേഴ്സണെ റൈറ്റ് ടൈമിൽ റൈറ്റ് ജോബിന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. പക്ഷെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രോസസ്സാണ്. കാരണം റിക്രൂട്ട്മെൻറ്റ് വ്യക്തികളെ ആകർഷിക്കുകയാണ്. ഒരു ജോബ് വാക്കൻസി ഉണ്ട്, അതിലോട്ട് അവരെ ആകർഷിക്കുകയാണ്. അപ്പോൾ കുറേ ആപ്ലിക്കൻസ് കൊടുക്കും, എല്ലാവർക്കും ഒരു ഹോപ്പ് ഉണ്ട്. പക്ഷെ സെലക്ഷനിൽ എന്താണ്, ഒരൊറ്റ ആളെ മാത്രമേ സെലക്ട് ചെയ്യണുള്ളൂ. അതുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ടുള്ള പ്രോസസ്സാണ്. കാരണം കുറേ ആപ്ലിക്കൻസ് ഹാപ്പി ആയിട്ട് ഒരു ഹോപ്പ് വെച്ച് കൊടുത്ത വിധത്തിൽ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നിരാശപ്പെടുകയാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട്. പിന്നെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ജോബിനെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ അതിക്കൊരു വ്യക്തിനെ സെലക്ട് ചെയ്യുന്നൊരു മേഖലയാണ്. അപ്പോൾ ഇതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കില്ലിനനുസരിച്ചിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ളതും ആയിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കുക. അതായത് അയാളെ ബാക്ക്ഗ്രൗണ്ട്, സ്കിൽസ്, എക്സ്പീരിയൻസ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് യോജ്യമായിട്ടുള്ളൊരു ജോലിയിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുക. അതിനാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഓറിയൻറ്റേഷൻ ആൻഡ് ഇൻഡക്ഷൻ, അതായത് ഒരു പുതിയൊരു വ്യക്തി ആ ഒരു കമ്പനിയിലോട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു വ്യക്തി ഒരു ഓർഗനൈസേഷനിലോട്ട് ജോലിക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഹിസ്റ്ററികൾ, അവിടുത്തെ റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ തന്നെ ഡ്രസ് കോഡുകൾ എങ്ങനത്തെ ഇടണം, അതുപോലെ എന്നൊക്കെയാണ് ലീവ് എന്നുള്ള ആ ഒരു ജോലിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പുതിയൊരു വ്യക്തിക്ക്
അവിടെയുള്ള എംപ്ലോയീസിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക, മാനേജറിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ പ്ലേസ്മെൻറ്റിനെ പറ്റി, അതായത് നമ്മളെ പ്ലേസ് ചെയ്താണ്, ഏത് ജോബാണ്, അങ്ങനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ റൂൾസുകൾ, ഹിസ്റ്ററി, അങ്ങനെ ഫോർമൽ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫോർമൽ അല്ല, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, ഓരോ എംപ്ലോയീസിനെയും സ്വന്തം പ്ലേസ്മെൻറ്റിനെയും ജോബിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതാണ് എന്ത് ഓറിയൻറ്റേഷനും ഇൻഡക്ഷനും പറയുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയിൻ്റെ പ്രവർത്തനങ്ങൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് വിലയിരുത്തുന്നതാണ് എന്ത് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള എംപ്ലോയീസിനെ കണ്ടെത്തിയിട്ട് അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, ട്രെയിനിങ് ചെയ്ത് കൊടുക്കുക എന്നിങ്ങനെ ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പൊട്ടൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് VS പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട്. അതിൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം അവർക്ക് ട്രെയിനിങ്ങുകളും ഡെവലപ്മെൻറ്റ് സെക്ഷൻസ് കൊടുക്കുന്നതാണ് എന്ത് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിൻ്റെ സ്കില്ലും ഡെവലപ്പൊക്കെ എങ്ങനെ മനസ്സിലാക്കണത് അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സ്കില്ലും ഡെവലപ്പും നോക്കിയിട്ട് അവർക്ക് മാർക്കണത്. അപ്പോൾ ഇതോടു കൂടിയിട്ട് സ്റ്റാഫിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻസിൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയീസിനെ നിയമിക്കുന്നത്. അപ്പോൾ ഈ ഒരു എംപ്ലോയീസ് ഈ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ചെയ്യണം, അതിലോട്ട് ലീഡ് ചെയ്യണം. അതുപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇതൊരു മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ഇത് ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മോട്ടിവേഷൻ, എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കണം. അതുപോലെ ലീഡിങ്, ലൈക്ക് അവരെ നല്ല രീതിയിലോട്ട് നയിച്ചു കൊണ്ടുപോകണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കോർഡിനേഷൻ, എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാനേജർ ആ ഒരു എംപ്ലോയീസിന് ഒരു വർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാനും. അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും, മോട്ടിവേഷന് കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ലക്ഷ്യം അവർ അച്ചീവ് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു മാനേജർ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യുന്ന ഒരു വർക്ക് കൊടുത്തു, ഈ വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇവിടെ ഓപ്പോസിറ്റുള്ള എംപ്ലോയിക്ക് അപ്പോൾ ഒരു ഡൗട്ടും ഇല്ല, എംപ്ലോയിക്ക് ആ ഒരു ഡെഡ് ലൈൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയറക്റ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഇനീഷ്യേറ്റ് അറ്റ് ടോപ്പ് ലെവൽ. ഡയറക്റ്റിങ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അത് പാസ് ചെയ്ത് ഏറ്റവും അടിയിലുള്ള എംപ്ലോയീസിൻ്റെ കയ്യിലോട്ടാണ് എത്തുന്നത്. നെക്സ്റ്റ് എംപ്ലോയി ആർ ഫോക്കസ്ഡ്. അതായത് ഈ ഒരു ഡയറക്റ്റിങ്ങിൽ അവിടെയുള്ള മാനേജേഴ്സിന് ആ ഒരു എംപ്ലോയീസ് ഈ ഒരു ഗോളിൽ ഫോക്കസ്ഡ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇനി ഫോക്കസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് ഫോക്കസ്ഡ് ആക്കാനും പറ്റും. ദെൻ എൻഹാൻസ് മോട്ടിവേഷൻ. അതായത് ലീഡേഴ്സ്, അതായത് മാനേജേഴ്സ് മോട്ടിവേഷൻസും അവരോട് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുന്നത് കാരണം അവർക്ക് എന്ത് ചെയ്യുന്നു, കൺഫ്യൂഷനും പോക്കും. അതുപോലെ തന്നെ മോട്ടിവേഷൻ കിട്ടുന്ന കാരണം ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടി വരും ചെയ്യും. ദെൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു മാനേജറും ഒരു എംപ്ലോയിയും എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഗോളിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാനേജർ എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു കൊടുക്കുക, എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു പാത്വേസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതേ ഒരു എംപ്ലോയിക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ വളരെ യൂസ്ഫുള്ളാണ് എന്ന് പറയുന്നു. ദെൻ പ്രൊമോട്ട് ലീഡർഷിപ്പ്. അതായത് ഒരു എംപ്ലോയി നേതാവാനും സ്വന്തം തീരുമാനങ്ങൾ, ഡിസിഷൻസ് മേക്കിംഗ് എടുക്കാനൊക്കെ ഇവരവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്റ്റിങ്ങിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു വ്യക്തി അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹത്തിൻ്റെ മാക്സിമം കഴിവുകളെ എഫേർട്ട് ഇട്ടിട്ട് വേണം ഒരു ജോലി ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു വ്യക്തിയുടെ കഴിവുകൾ അനുസരിച്ചിട്ടുള്ള ജോലികൾ വേണം അദ്ദേഹത്തിന് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ഒരു പോയിന്റ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലക്ഷ്യങ്ങളും ആ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളും എന്തായിരിക്കണം, ഒന്നിച്ച് ചേരുന്നതായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് തന്നെ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കൂടണം. അങ്ങനെ ആകുമ്പോൾ രണ്ടാളുടെ ഗോൾസും അച്ചീവ് ചെയ്യുന്നു. നെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്ക്. അതായത് ഒരു വ്യക്തിക്ക്, അതായത് ആ ഒരു മാനേജറിനോ അല്ലെങ്കിൽ ആരാണ് അവിടെ ഡയറക്റ്റിംഗ് ചെയ്ത് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് അറിയണം. സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഡയറക്റ്റിംഗ് ടെക്നിക്സാണ്, മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഓട്ടോക്രാറ്റിക് ആവാം, അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ആവാം, അല്ലെങ്കിൽ ഫ്രീ റെയിൻ ആവാം. നമുക്ക് ഏത് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് കോംപ്രിഹെൻഷൻ. അതായത് ഒരു എംപ്ലോയിക്ക് ഒരു ജോലി കിട്ടുന്ന സമയത്ത്, ഒരു ഗോൾ കിട്ടുന്ന സമയത്ത് അത് എപ്പോൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്ക് അറിഞ്ഞിരിക്കണം. ദെൻ യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഫോർമലായിട്ടും അതുപോലെ തന്നെ ഇൻഫോർമലായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തണം. നെക്സ്റ്റ് ലീഡർഷിപ്പ്. അതായത് ഒരു എംപ്ലോയിക്ക് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്നത് ലീഡർഷിപ്പാണ്. അതായത് ആ ഒരു ലീഡർഷിപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റി, ആ സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൂടിയിട്ട് ആ ഒരു ഗോൾ പെട്ടെന്ന് തീർക്കുന്നു. ദെൻ ഫോളോ അപ്പ്. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് എഫക്റ്റീവ് ഡെലിഗേഷൻ. ഇവിടെ ഒരു മാനേജറിന്, അതായത് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും, അതായത് പവറും ഉണ്ട്, ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ജോലി ഒന്നെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു പേഴ്സണിന് അല്ലെങ്കിൽ ഒരു ടീമിന് എന്ത് ചെയ്യുന്നു, അത് ഡിവിഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിഗേഷൻ. അതായത് തൻ്റെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും വെച്ചുകൊണ്ട് ടീംസിനും ഇൻഡിവിജ്വലിനും അവർക്ക് എന്ത് ചെയ്യുന്നു, ഓരോ ജോബ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു ജോലി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ജനറൽ ആൻഡ് സ്പെസിഫിക്. ജനറൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഓർഗനൈസേഷനിലുള്ള ഏത് ജോലിയിൽ വേണമെങ്കിലും, ഏത് ഡിപ്പാർട്ട്മെൻറ്റത്തെ ഏത് ജോലി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ പറഞ്ഞ് കൊടുത്തിട്ടുള്ള ആ ഒരു ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി ഫോർമൽ ഡെലിഗേഷൻ ആണ്. ഫോർമൽ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലോട്ട് ഒരു എംപ്ലോയിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ആ ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസും റെഗുലേഷൻസും ഫോർമലി ആയിട്ട് അദ്ദേഹത്തെ അറിയിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഈ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ അറിയിച്ചുകൊണ്ട് ഫോർമലായിട്ട് ചെയ്യുന്നു. ദെൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ ഫോർമലായി കണ്ടില്ല. ഇവിടെ എന്താണ്, ഒരു സമയത്ത് സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഡെലിഗേഷൻ കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഒരു ദിവസം ഓർഗനൈസേഷനിൽ മാനേജർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു എംപ്ലോയിലോട്ട് ആ ഒരു ജോലി റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. അതാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ദെൻ റിട്ടൺ ഡെലിഗേഷൻ. അതായത് ഒരു വ്യക്തി, ഇപ്പോൾ ഒരു മാനേജർ ആവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം, ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള റിട്ടൺ ആയിക്കൊണ്ട് നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന ഡോക്യുമെൻ്റ് ആയിക്കൊണ്ട് നമ്മളൊരു എംപ്ലോയിക്ക് കൊടുക്കുക, ഈ ജോലി നീ ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇമെയിൽ അയക്കാണ്ടോ ആ രീതിക്ക് എഴുത്തുപരമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം. ദെൻ ഓറൽ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ട് ആ ഒരു ജോലി അദ്ദേഹത്തിന് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, മാനേജർ എന്ത് ചെയ്യുന്നു എംപ്ലോയിനോട് ഇന്നത്തെ മീറ്റിംഗ് നീ നടത്ത് എന്ന് പറഞ്ഞാൽ അത് ഓറൽ, സംസാരിച്ചുകൊണ്ട് ഒരു ജോലി അദ്ദേഹത്തിന് പാസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഓറൽ ഡെലിഗേഷൻ. നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് ഡൗൺവാർഡ് ഡെലിഗേഷൻ. അതായത് ഒരു ടോപ്പ് ലെവലിലുള്ള മാനേജർ ലോ ലെവലിലുള്ള മാനേജറിന് അധികാരം കൊടുക്കുന്നത്. ഇപ്പം എങ്ങനെയാണ്, അപ്പോൾ മാനേജർ എന്ത് ചെയ്യുന്നു, ഒരു അസിസ്റ്റൻറ്റിന് പവർ കൊടുക്കുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, അത് അദ്ദേഹത്തിൻ്റെ ലോ ലെവലിലുള്ള എംപ്ലോയീസിൻ്റെ മേലെ എടുക്കുന്നു. നെക്സ്റ്റ് സൈഡ് അവേ ഡെലിഗേഷൻസ്. അതായത് ഇവിടെ ഒരേ പൊസിഷനിലുള്ള വ്യക്തികൾ തമ്മിൽ അങ്ങോട്ട് ഡെലിഗേഷൻസ് അതോറിറ്റി കൊടുക്കാം. ഒരു എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡും, ഇതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡിനോട് പറയാണ്, ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ അതിലൊന്ന് ആ ഒരു ജോലിയും ചെയ്ത് തീർക്ക് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി വേറൊരു ഹെഡിന് കൊടുക്കുക. അതിനാണ് സൈഡ് അവേ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഡെലിഗേഷനിൽ വരുന്നത്.
നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ഡെലിഗേഷൻ ആണ്. അതിൽ ഫസ്റ്റ് ഡിഫൈൻ ദ ഫങ്ഷൻസ്. അതായത് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡിഫൈൻ ദ റിസൾട്ട്. അതായത് ഈ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് റിസൾട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അടുത്ത മാസം 20% കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ് കുറയണം. അതാണ് ഇവർ ചെയ്യാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. ദെൻ തേർഡ്, ബാലൻസ് ഓഫ് അതോറിറ്റി വിത്ത് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു വ്യക്തിക്ക് അതോറിറ്റി പവർ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും കൊടുക്കണം. കാരണം ഇപ്പോൾ ഉത്തരവാദിത്തം മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ജോലി ചെയ്ത് തീർക്കാൻ കഴിയണമെന്നില്ല. കാരണം അതിന് കുറച്ച് പവറും വേണം. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് കൊടുക്കണം. ദെൻ അബ്സല്യൂട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു വ്യക്തി ഉത്തരവാദിത്തം കൊടുത്താലും അതിൻ്റെ അവസാന പവർ ആരുടെ തന്നെയാണ്? ആ കൊടുത്ത വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു മാനേജറെ അദ്ദേഹത്തെ നയിക്കാൻ വേണ്ടി ഒരു മാനേജറെ ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം കുറേ മാനേജേഴ്സ് ഉണ്ടാകുമ്പോൾ കുറേ ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ ആ കൺഫ്യൂഷൻ ആക്കുന്നു. ദെൻ ഡിഫൈൻ ദ ലിമിറ്റ്സ് ഓഫ് അതോറിറ്റി. അതായത് ഒരു വ്യക്തിക്ക് അതോറിറ്റി കൊടുക്കുമ്പോൾ എത്രത്തോളം ലിമിറ്റ് ഉണ്ടെന്ന് അവരോട് ഓൾറെഡി പറഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിൾ രൂപയാണ് പറയാനുണ്ടെങ്കിൽ ഈ ഒരു വർക്കിന് 10,000 രൂപ വരെ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു അധികാരമുള്ളൂ. അതിൻ്റെ മേലോട്ടാവുന്നുണ്ടെങ്കിൽ അത് മാനേജർ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ കിട്ടിയിട്ട് വേണം എന്നുള്ള ആ ഒരു ലിമിറ്റ് അവരെ അറിയിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഡെലിഗേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. മാനേജ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷനാണ് കൺട്രോളിങ്. എന്താണ് കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു കമ്പനിയിൽ ജോലി എങ്ങനെ ചെയ്യണം എന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കും. അപ്പോൾ ഈ ഒരു പ്ലാൻ ചെയ്ത കാര്യം പോലെ തന്നെയാണോ ഇവർ ചെയ്തു വരുന്നത്, അതുപോലെ തന്നെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്ലാനിങ്, ആക്ഷൻ, കൺട്രോള്. അതായത് ഒരു ഓർഗനൈസേഷനിലോട്ട് ഫസ്റ്റ് ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് പ്ലാൻ ചെയ്യണം. ഈ പ്ലാൻ ചെയ്ത കാര്യം നമ്മൾ ആക്ഷൻ, അതായത് പ്രകടമാക്കി എടുക്കുകയാണ്. അത് എംപ്ലോയീസിൻ്റെ ഉള്ളിലാണ് പ്രകടമാക്കുന്നത്. ദെൻ കൺട്രോളിങ്. അതായത് ഈ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്, അത് ചെയ്തിട്ട് ഇവർ ലക്ഷ്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതിനാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ്സാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഒരു ദിവസം എത്രത്തോളം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് സ്റ്റാൻഡേർഡാണ് തീരുമാനിക്കുന്നത്. സ്റ്റാൻഡേർഡ് പറയുമ്പോൾ ചെലവ്, അതുപോലെ തന്നെ സമയം, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, റോ മെറ്റീരിയൽസ് എത്രത്തോളം കിട്ടുന്നുണ്ട്, അതായത് ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ്. കാരണം ഈ സ്റ്റാൻഡേർഡ് നമ്മളെ കയ്യിൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ദിവസം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അതായത് എംപ്ലോയീസ് ഒരു ദിവസം എത്രത്തോളം പണിയെടുത്തു എന്നുള്ളത് മെഷർ ചെയ്യുന്നത്. അത് മെഷർ ചെയ്യാനുള്ള വഴി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സർവേ നടത്തുന്നത് കാരണം. തേർഡ് സ്റ്റേജ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മളൊരു ദിവസം എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാക്കാമെന്ന് സ്റ്റാൻഡേർഡ് തീരുമാനിക്കും എന്ന് പറഞ്ഞു. അതും നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്തു അതുകൂടിയും കമ്പാരിസൺ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് 50 യൂണിറ്റാണ് ഒരു ദിവസം ഉണ്ടാക്കാനുള്ളത്. പക്ഷേ ആക്ച്വൽ പെർഫോമൻസ്, അതായത് ഒരു എംപ്ലോയി ഉണ്ടാക്കിയത് 45 യൂണിറ്റുമാണ്. അപ്പോൾ അതിൽ ഡിഫറൻസ് 5 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു 45 പറയുമ്പോൾ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു യൂണിറ്റ് ഉണ്ടാക്കിക്കണു. അതുകൊണ്ട് 5 ഒരു ചെറിയ സംഖ്യയാണ്, അതുകൊണ്ട് ആക്ഷൻ എടുക്കൂല. പക്ഷെ വലിയ ഒരു സംഖ്യയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും. അതായത് എംപ്ലോയീസ് ഈ 50 ഉള്ളത് ഒരു 35 ആണെന്നുണ്ടെങ്കിൽ 15 യൂണിറ്റ് അവരുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അതിൻ്റെ മേലെ അവർ ആക്ഷൻ എടുക്കും. ഫോർത്ത് സ്റ്റേജ് ആണ് കറക്റ്റീവ് ആക്ഷൻ. അതായത് അവർ എന്തുകൊണ്ടാണ് ഇപ്പം 50 എന്നുള്ളത് 45 ആയത്, 5 യൂണിറ്റ് അവിടെ കുറഞ്ഞു, അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ കണ്ടെത്തിയിട്ട് അത് ശരിയാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മേ ബി എംപ്ലോയീസിന് ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ടെക്നോളജിക്കലിൻ്റെ ഇഷ്യൂസുകൾ കൊണ്ടാവാം. അത് എന്താണ് മനസ്സിലാക്കിയിട്ട് അത് ശരിയാക്കി എടുക്കുന്നു. ദെൻ ഫീഡ്ബാക്ക്. അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ വീണ്ടും പ്രക്രിയ ഉണ്ടാക്കിയിട്ട് അത് പ്ലാനിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ കൺട്രോളിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് പിന്നെയും കൺട്രോൾ ചെയ്യുന്നു, വീണ്ടും പ്ലാൻ ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ്. ഇത്രയും സ്റ്റേജുകളാണ് വരുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കൺട്രോളിംഗ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫീഡ് ഫോർവേഡ് കൺട്രോൾ. അതായത് ഒരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ
തന്നെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതായത് തെറ്റുകൾ എന്ത് ചെയ്യുക, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ തെറ്റുകൾ വരില്ല, ചാൻസ് കുറവാണ്. അപ്പോൾ ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, തെറ്റുകളൊക്കെ ഓൾറെഡി നീക്കം ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, ഒരു എംപ്ലോയിനെ ജോലിക്കെടുത്ത് ഫസ്റ്റിന് അതിനെ കൊണ്ട് ജോലി എടുപ്പിക്കാതെ അയാൾക്കുള്ള ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് ഒക്കെ നമ്മൾ അവൈലബിലിറ്റി ചെയ്ത് കൊടുക്കുക. വേറൊരു എക്സാമ്പിൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽസ് കൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ റോ മെറ്റീരിയൽസ് ചെക്ക് ചെയ്യുക, ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. രണ്ടാമത്തത് കറന്റ് കൺട്രോൾ ആണ്. അതായത് ഒരു ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുക, നിയന്ത്രണം ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ, ഒരു മാനേജർ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ അവർ ചെയ്യുന്ന വർക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പിഴവ് കണ്ടെത്തിയിട്ട് അപ്പം തന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. വേറൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അയാൾ ക്ലാസ് എടുക്കും, അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിരീക്ഷിക്കുകയും ചെയ്യാം. ഇൻ കേസ് ശ്രദ്ധിക്കണില്ല എന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് അപ്പം തന്നെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുക, നിയന്ത്രിച്ച് അത് കറക്റ്റ് ചെയ്യുക. തേർഡ് വൺ, ഫീഡ്ബാക്ക് കൺട്രോൾ. അതായത് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ നിയന്ത്രണം വരുത്തുക. അതായത് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് നിയന്ത്രിക്കുക. എന്നിട്ട് നിയന്ത്രിച്ചിട്ട് അതിനുള്ള ഫലം ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരിക. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു എംപ്ലോയി ആ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ആ മാനേജർ എംപ്ലോയിൻ്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ എത്രത്തോളം സെയിൽസ് ഉണ്ടായിരുന്നു, ഇനി അടുത്തൊരു മാസം ആകുമ്പോൾ ഇതിലേറെ കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യുക. അതായത് ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് വിലയിരുത്തിയിട്ട് ഇനി വരുന്ന ഫ്യൂച്ചറിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് എൻ്റെ ടൈപ്സ് ഓഫ് കൺട്രോൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടെക്നിക്സുകളാണ്. അതായത് ഒരു കമ്പനിയിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കൺട്രോളിങ് ടെക്നിക്കുകളാണ്. ഫസ്റ്റ് വൺ, ബഡ്ജറ്ററി കൺട്രോൾ. അതായത് മുൻകൂട്ടി നമ്മളൊരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടാകും. ആ പ്ലാനിങ്ങിൽ നമുക്ക് എത്രയാണോ ബഡ്ജറ്റ് വരുന്നത് എന്നുള്ളൊരു നിശ്ചിത എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ അത് കറന്റ് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് പ്രസന്റിൽ അതായത് മുൻകൂട്ടിയിട്ടുള്ള പ്ലാനിലുള്ള ആ ഒരു ബഡ്ജറ്റും ഇപ്പോൾ ഉള്ള ബഡ്ജറ്റും കമ്പാരിറ്റീവ് ചെയ്തിട്ട് അത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അഡ്വർടൈസ്മെന്റിന്റെ ഫണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. പക്ഷെ അത് പ്രാബല്യമാക്കി വന്നപ്പോൾ 1,20,000 എക്സ്ട്രാ വന്നു. അപ്പോൾ എവിടെയാണ് നമുക്ക് കൺട്രോളിങ് പേച്ചത്, ഇനി അതെങ്ങനെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ ശരിയാക്കി എടുക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, അത് കമ്പയർ ചെയ്തിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള പദ്ധതികൾ അവർ റെഡിയാക്കിയെടുക്കും. ഇതിൽ പറയുന്ന ചില പോയിന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് അത് എഴുതിയെടുക്കുക കേട്ടോ. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതായത് ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് കഴിയുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രയാണോ ചെലവ് വന്നത് അത് രണ്ടൊന്ന് കമ്പാരിസൺ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100. പക്ഷെ അത് കമ്പയർ ചെയ്ത് വന്നപ്പോൾ പ്രസന്റിൽ അത് വന്നപ്പോൾ 120 അതിനെ പിന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. അതായത് ബ്രേക്ക് ഈവൻ എന്ന് പറയുമ്പോൾ ലാഭമില്ല എന്നാൽ നഷ്ടമില്ല, രണ്ടും ബാലൻസ് ചെയ്താണ്ട് ഈക്വലായി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതിനെ ഈക്വൽ ആക്കിയിട്ട് ആ ഒരു പോയിന്റ് കണ്ടെത്തുന്ന രീതിയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, 5000 യൂണിറ്റ് നമ്മൾ കൊടുത്താൽ നമുക്ക് ലാഭമില്ല നഷ്ടമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണം, ഏതൊക്കെ ചെയ്താലാണ് വിറ്റ് പോവുക എന്നുള്ള ആ ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റും. നെക്സ്റ്റ് ഒരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. അതായത് നമ്മുടെ കമ്പനീൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ, അതായത് സെയിൽസ് ആയിക്കോട്ടെ, ഫൈനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റ് ആയിക്കോട്ടെ, ഇപ്പോഴുള്ള അവസ്ഥകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ റേഷ്യോസ്, ഇപ്പോൾ കറണ്ട് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, അങ്ങനെ പല പല റേഷ്യോസ് യൂസ് ചെയ്യുന്നു. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. അതായത് നമ്മുടെ കമ്പനിയിലുള്ള ഓരോ ഫീച്ചേഴ്സും, ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് ഒരു റിപ്പോർട്ട് രൂപേണ, അതായത് ഗ്രാഫിക്കലേക്കാണ്ട്, ചാർട്ടേക്കാണ്ട്, ഇങ്ങനത്തെ ഓരോ വിഷ്വലേക്കാണ്ടുള്ള
കാര്യങ്ങൾ മുഖാന്തരം അത് റിപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ടെക്നിക്കാണ് ഇന്റേണൽ ഓഡിറ്റ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവിടെയുള്ള ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താം. കാരണം എന്തെങ്കിലും തട്ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇന്റേണൽ ആയിട്ട് ഓഡിറ്റ് ചെയ്യാം. ദെൻ മാനേജ്മെന്റ് ഓഡിറ്റ്, അതായത് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാനിങ് സക്സസ് തന്നെ അല്ലായിരുന്നോ, അതിൽ എന്തെങ്കിലും തെറ്റ് വീണാനുള്ള ചാൻസുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അവരൊന്ന് വിലയിരുത്താം. നെക്സ്റ്റ് ടെക്നിക്കാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. അതായത് ആ ഒരു കമ്പനീൻ്റെ ഓണർ നേരിട്ട് പോയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്കുകൾ ഒബ്സർവ് ചെയ്യാം. ദെൻ തട്ടിപ്പുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെടുക്കാം. ദെൻ പെർഫോമൻസ് അപ്രൈസൽ, ഒരു ജോലിക്കാരൻ്റെ പെർഫോമൻസ് വിലയിരുത്തുക. അതായത് അദ്ദേഹത്തിൻ്റെ മുൻ ഇയേഴ്സിലുള്ള പ്രകടനങ്ങളൊക്കെ വെച്ചുകൊണ്ട് വിലയിരുത്തുക, അതിനനുസരിച്ചുള്ള പ്രൊമോഷൻസ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്കുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൂൾസ് ഫോർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മാനേജ് ചെയ്യാനുള്ള ടൂൾസുകൾ ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വണ്ണാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്, അതായത് BSC. ഒരു ഓർഗനൈസേഷൻ്റെ പ്രകടനം മെഷർ ചെയ്യണത് 4 രീതിയിലോട്ടാണ്. ഫിനാൻഷ്യലായിട്ടും കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിൻ്റെ ഹാപ്പിനെസ്സോട് കൂടിയിട്ടും ഇന്റേണൽ പ്രോസസ്സും അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രകടനം മെഷർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ, ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ലാഭം ആ രീതിയിൽ മെഷർ ചെയ്യുന്നു. കസ്റ്റമർ ഹാപ്പിനെസ്, അതായത് കസ്റ്റമറിന് സന്തോഷമാണോ അതോ സാഡ് ആണോ, എന്താണ് കസ്റ്റമർ റിയാക്ഷൻ, അത് നമ്മൾ അങ്ങനെ മെഷർ ചെയ്യുന്നു. ദെൻ ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് എംപ്ലോയീസിന് കൊടുക്കാനുള്ള ഗ്രോത്ത്, അവർക്ക് പഠിക്കാനുള്ള സമയം, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെയുള്ള സമയങ്ങളും അതുപോലെ തന്നെ ഇന്റേണൽ പ്രോസസ്സ്, ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ള പ്രോസസ്സുകളും. അപ്പോൾ ഈ 4 ഘട്ടങ്ങളിലാണ്, ഈ 4 മേഖലകളിലാണ് ഒരു കമ്പനീൻ്റെ പ്രകടനം മെഷർ ചെയ്യുന്നത്. രണ്ടാമത് KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഒരു കമ്പനിയിലുള്ള ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ടോ എന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകോലാണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത് MIS, മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഒരു ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കണ്ടെത്തി ശേഖരിച്ചിട്ട് അത് സെൻഡ് ചെയ്യുന്ന ഒരു പ്രക്രിയ. ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആശുപത്രിയിലോട്ട് ഒരു എന്തെങ്കിലും ആവശ്യം വരാന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇവർ മേക്ക് ചെയ്തിട്ട് അത് MIS വഴി അവർക്ക് ആശുപത്രിയിലോട്ട് സെൻഡ്, അതായത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം വഴി അവർക്കാണ് ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്. അതിനുള്ള ഇൻഫർമേഷൻസ് ഇവർ ആശുപത്രിയിലോട്ട് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മൂന്നാമത്. നെക്സ്റ്റ് വൺ ഡാഷ്ബോർഡ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ വിവരങ്ങളും പ്രകടനങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു ചാർട്ട്, ഗ്രാഫ് അല്ലെങ്കിൽ നമ്പർ എന്നിവ രൂപേണ എന്ത് ചെയ്യുന്നു, ഒരു ബോർഡിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒട്ടിക്കാം. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കാണുന്ന വഴി നമ്മുടെ കമ്പനീൻ്റെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനും, അത് നല്ല രീതിയിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും, എന്നാൽ അത്ര നല്ല രീതിയിൽ ഇല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഡാഷ്ബോർഡ് പറയുമ്പോൾ, ഇപ്പോൾ ആ ഒരു കമ്പനിയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫിൻ്റെ രൂപേണയും ചാർട്ടിൻ്റെ രൂപേണയും നമ്പറുകളുടെ രൂപേണയൊക്കെ ആയിട്ട് ഒരു ബോർഡിൽ ഒട്ടിക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനത് പ്രചോദനം നൽകും. അവരുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. അതായത് ഓരോ ജീവനക്കാരുടെ ഫിനാൻഷ്യൽ റേഷ്യോസ് ആൻഡ് അനാലിസിസ്. അതായത് ഒരു കമ്പനീൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് റേഷ്യോസ് യൂസ് ചെയ്യുന്നു. അതായത് നമുക്ക് അവിടെ ഇപ്പോൾ ലാഭമാണോ അതോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റ്, അങ്ങനെയുള്ള ഓരോ റേഷ്യോസ് യൂസ് ചെയ്യുന്നു. ദെൻ ബെഞ്ച് മാർക്കിംഗ്. അതായത് സ്വന്തം പ്രകടനം മറ്റുള്ള ഓർഗനൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് എംപ്ലോയി മാനേജ്മെൻറ്റ് സർവീസ്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് അവിടെ സാറ്റിസ്ഫാക്ഷൻ ആണോ എന്നുള്ള കാര്യം സർവേയിലൂടെ മനസ്സിലാക്കുക. ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടൂൾസ്. അതായത് 6 സിഗ്മ. ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന പിഴവുകൾ ഉണ്ടാവുമല്ലോ അല്ലേ, അതൊക്കെ നമ്മൾ ഈ 6 സിഗ്മ എന്നുള്ള ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നീക്കം ചെയ്യാം.
ദെൻ കസ്റ്റമർ ഫീഡ്ബാക്ക് സിസ്റ്റം, അതായത് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്, സന്തോഷമാണോ സാറ്റിസ്ഫാക്ഷൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ. അപ്പോൾ ഇത്രയാണ് എന്ത് ടൂൾസ് ഫോർ മെഷറിംഗ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സ്ട്രെസ്സ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിൻ്റെ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ മെൻ്റലി ആയിട്ടോ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പൽഷനാണ് എന്ത് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് സോഴ്സ് ഓഫ് സ്ട്രെസ്. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവവും ചിന്തകളും കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്, ടെൻഷന്. അതായത് ഒരു ഉദാഹരണ രൂപേണ പറയുന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു ആത്മവിശ്വാസക്കുറവ്, ആ രീതിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലൊരു സ്ട്രെസ് ഉണ്ടാകുന്നു. രണ്ടാമത് ഫാമിലി റിലേറ്റഡ് ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കാരണം, സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, കുട്ടികളെ നോക്കാൻ പറ്റാതെയുള്ള സ്ട്രെസ്സുകൾ, അങ്ങനെ പല രീതിക്കുള്ള സ്ട്രെസ്സുകൾ. ദെൻ ഓർഗനൈസേഷണൽ ഓർ വർക്ക് റിലേറ്റഡ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ഓവർലോഡ് ആകുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത സമയങ്ങളൊക്കെ ആകുമ്പോൾ സ്ട്രെസ്സ് കൂടും. ദെൻ എൻവിറോൺമെൻറ്റ് അറിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു അർജൻറ്റായിട്ട് സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്കൊക്കെ വരാമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻവിറോൺമെൻറ്റിന് ചുറ്റും പൊല്യൂഷൻ വരുമ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്നു. ദെൻ സോഷ്യൽ സ്ട്രെസ്, അതായത് സാമൂഹികമായിട്ട് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ, അല്ലെങ്കിൽ നമ്മൾ ബുള്ളി ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവുക നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നു. നെക്സ്റ്റ് കരിയർ റിലേറ്റഡ്, അതായത് നമ്മളിപ്പോൾ ഒരു വർക്കൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു വർക്കിൽ നമുക്ക് പ്രൊമോഷനോ ഇൻസെൻറ്റീവ്സോ ഒന്നും കൂടുതൽ കിട്ടണില്ല, എത്ര വർക്ക് ചെയ്തിട്ടും കൂടുതൽ കിട്ടുന്നില്ല. അപ്പം അത് എങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നു. ദെൻ ടെക്നോളജിക്കൽ, അതായത് പുതിയ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ കൈകാര്യം ചെയ്യണം, അതെങ്ങനെ പഠിക്കണം എന്നുള്ള ടെൻഷനുകൾ. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് സോഴ്സസുകളുണ്ട്. നമുക്കിനി എക്സ്ട്രാ പോയിന്റ്സ് നമുക്കിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നോർമലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള സോഴ്സസുകൾ. നെക്സ്റ്റ് കോൺസിക്വൻസ് ആണ്, അതായത് സ്ട്രെസ്സ് കുറേ കാലം നീണ്ടുപോയാലുള്ള പ്രശ്നങ്ങൾ ഫിസിക്കലി, അതായത് ഒരു വ്യക്തിൻ്റെ ശാരീരികമായിട്ട് അത് ബാധിക്കുന്നു, തലവേദന, ക്ഷീണം, വയ്യായിക എന്നുള്ള ഓരോ പ്രശ്നങ്ങൾ, ഓരോ രോഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദെൻ സൈക്കോളജിക്കൽ, അതായത് മാനസികമായിട്ടുള്ള രീതിയെ എഫക്റ്റ് ചെയ്യുന്നു, ഡിപ്രഷൻ, ഒരു ലോൺലിനെസ്, ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ മേക്ക് ചെയ്യും. ദെൻ ബിഹേവിയറൽ, അയാളുടെ സ്വഭാവത്തിലുള്ള പെരുമാറ്റങ്ങൾ മാറുന്നു, ലൈക്ക് അയാളുടെ സോഷ്യലി ആയിട്ടുള്ള വ്യക്തികളോട് കണക്ഷൻ കുറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദെൻ വർക്ക് റിലേറ്റഡ് പറയുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ചെയ്തു കൊടുക്കൽ കുറയുന്നു, അവിടെ കുറേ തെറ്റുകൾ ഉണ്ടാകുന്നു, വർക്കിൽ ഫോക്കസ് ചെയ്യാത്ത അവസ്ഥ എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദെൻ ഓർഗനൈസേഷണൽ, അതായത് എംപ്ലോയീസിന് സ്ട്രെസ്സ് കൂടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നു, ലൈക്ക് അവിടെ പ്രോഫിറ്റ് കുറയുന്നു, കോസ്റ്റ് കൂടുന്നു എന്നുള്ള അവസ്ഥകൾ ഉണ്ടാകും. ദെൻ സോഷ്യൽ കോൺസിക്വൻസ്, അതായത് സോഷ്യലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, അതായത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ളതും എന്നുള്ള നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഫാമിലീസ്, റിലേഷൻഷിപ്പ്, ഇവരോടുള്ള നമ്മുടെ സ്വഭാവമൊക്കെ മാറുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അത് കോൺസിക്വൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് യോഗ ഫോർ സ്ട്രെസ്സ്, അതായത് ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ത് യോഗ എന്നുള്ളത്. അപ്പോൾ യോഗയിൽ ഈ ചൈൽഡ് പോസ്, കോപ്സ് പോസ്, സ്റ്റാൻഡിങ് ഫോർവേഡ് പോസ്, സീറ്റിംഗ് ഫോർവേഡ് പോസ്, ഇത്രയൊക്കെ പോസുകൾ നമ്മൾ യോഗ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആ ടെൻഷൻ കുറക്കുന്നു, നമ്മളെ ബ്രീത്തിങ് കൂട്ടുന്നു, നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ടും നമ്മളെ സ്ട്രെസ്സിൽ നിന്നും ബാക്കിലോട്ട് വലിക്കുന്നു. അപ്പോൾ അതാണ് യോഗ ഫോർ സ്ട്രെസ്സ്. നെക്സ്റ്റ്, ഈ ഒരു യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റോൾ എന്തൊക്കെയാണ്? കാംസ് ദ മൈൻഡ്, അതായത് നമ്മുടെ മൈൻഡിന് നല്ല രീതിക്ക് റിലാക്സ് ചെയ്യും. ഈ എക്സസൈസൊക്കെ ചെയ്യുന്നത് കാരണം നമ്മുടെ മൈൻഡിന് ഒരു പുതുമ ഉണ്ടാക്കിയെടുക്കുന്നു. ദെൻ പ്രൊമോട്ട് റിലാക്സേഷൻ, അതായത് മനസ്സിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും, ഒരു ഭാരം കുറഞ്ഞ മാതിരി കിട്ടും. ദെൻ എൻഹാൻസ് ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മൾ ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, സ്ട്രെസ്സ് കുറയുമ്പോൾ ഭയങ്കര ഒരു ലൈക്ക് നമ്മുടെ ഡിസീസൊക്കെ ഓൾറെഡി പോവും. ദെൻ ബാലൻസ് നെർവസ് സിസ്റ്റം, അതായത് നമ്മൾ സ്ട്രെസ്സിലാവുന്ന സമയത്ത് നമ്മൾ നെർവസ് സിസ്റ്റം ഒക്കെ നല്ല ഹൈ ആയിട്ട് ഒരു ഇംബാലൻസ് ആയിട്ട് നിൽക്കും, അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വെക്കുക. ദെൻ ഇംപ്രൂവ് മൂഡ് ആൻഡ് റെസീലിയൻസ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ അത് യോഗ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മൂഡ് മൊത്തത്തിൽ മാറ്റുക, നമ്മുടെ എൻവിറോൺമെൻറ്റ് ഫുൾ കാമാക്കിയിട്ടുള്ളതൊക്കെ വെച്ചുകൊണ്ട് മൂഡ് മാറ്റാം. ദെൻ ഇൻക്രീസ് മൈൻഡ്ഫുൾനെസ്, നമ്മുടെ
മൈൻഡ് ഫുള്ള് സ്ട്രെസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രത്തോളം ടോപ്പിക്കാണ് കവർ ചെയ്യാനുള്ളത്. ഇതോടുകൂടി സെക്കൻഡ് മൊഡ്യൂൾ ഫിനിഷായി. അപ്പോൾ ഓക്കെ, ബൈ.